നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നാണ് സംസാരിക്കുന്നത് ഈ ഓർക്കിഡിനെ പറ്റിയാണ്. ഇത് ക്രൂസിഫിക്സ് ഓർക്കിഡ് അല്ലെങ്കിൽ റോക്ക് ഓർക്കിഡ് എന്നൊക്കെ പറയുന്ന ഈ ഓർക്കിഡിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ പേരെന്ന് പറഞ്ഞെങ്കിൽ എപ്പിഡെൻഡ്രം ഇബിഗെനിസ് എന്നാണ്. ഇനി നമുക്ക് ബിഗിനേഴ്സ് ഓർക്കിഡ് എന്നൊക്കെ പറയാം. എന്തുകൊണ്ടാണ് ബിഗിനേഴ്സ് ഓർക്കിഡ് എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതിനെ വളർത്താൻ വളരെ എളുപ്പമാണ്. ഇതിനെ നമുക്ക് ന്യൂസിലൻഡിലാണെങ്കിൽ നമുക്ക് പോട്ടിൽ വെച്ച് പുറത്ത് വയ്ക്കാനും, അതായത് ഔട്ട്ഡോർ വയ്ക്കാനും, അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോർ നിലത്ത് വയ്ക്കാനും പറ്റുന്ന സാധനമാണ് ഈ റോക്ക് ഓർക്കിഡ്. എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് ഇച്ചിരി ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ്, നമുക്കറിയാമല്ലോ. ചിലപ്പോൾ അത് വെള്ളം കൂടിപ്പോയാൽ അത് കരിഞ്ഞു പോകും, വെള്ളം കുറഞ്ഞു പോയാൽ കരിഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ള ചെടിയാണ് ഈ ഓർക്കിഡ്. എന്നാൽ നമുക്ക് ഇവിടെ ന്യൂസിലൻഡിൽ വളർത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നതും എപ്പോഴും പൂ തരുന്നതുമായ ഓർക്കിഡാണ് ഈ ക്രൂസിഫിക്സ് ഓർക്കിഡ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റും. നമുക്ക് ചട്ടിക്കകത്ത് വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് നിലത്ത് വേണമെങ്കിൽ വയ്ക്കാം. അങ്ങനെയൊക്കെയുള്ള ഓർക്കിഡാണ് ഈ ക്രൂസിഫിക്സ് ഓർക്കിഡ്. അതുപോലെ തന്നെ നമുക്ക് സൺലൈറ്റ്, ഒരു പാർഷ്യലി ഷെയ്ഡായിട്ടുള്ള ഒരു സൺലൈറ്റിൽ വെച്ചെങ്കിൽ നന്നായിട്ട് ഫ്ലവർ തരുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഫിലോനെപ്സിസ് ഓർക്കിഡ് എന്ന് പറഞ്ഞെങ്കിൽ അതിനെ വളരെ വിഷമമാണ് അതിനെ വളർത്താൻ വേണ്ടി. നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചാൽ അത് കരിഞ്ഞു പോകും, ചിലപ്പം വെള്ളം കുറഞ്ഞു പോയാൽ അത് കരിഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ളതാണ് ഈ ഫിലോനെപ്സിസ് ഓർക്കിഡ്. പക്ഷേ ഇതെന്ന് പറഞ്ഞെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ്. ഇതിനെ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഇതിനൊരു പോഡ് പോലെ, ഇതുപോലെ ഒരു കാ പോലെ ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പോഡുണ്ട്. അപ്പോൾ ഈ പോഡിൻ്റെ അകത്ത് കാ കാണും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഈ ഫ്ലവറിൻ്റെ അറ്റത്ത് വരുന്ന ഇതുപോലെ ഒരു പോഡ് പോലെ വരുന്നത് കണ്ടോ. ഇതിൻ്റെ അകത്ത് കായുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിന് വരുന്നത് ഇതുപോലെ, ഇതാണ് അതിൻ്റെ ചെറിയൊരു ചെടിയാണിത്. ഇത് നിലത്ത് നട്ടെങ്കിൽ ഇനി ഇത് ഉണ്ടായിക്കോളും. ഇതിന് പറയുന്ന പേരാണ് കിൻഡൽ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ വലിയ ഓർക്കിഡിനെ പറ കീക്കി എന്ന് പറയത്തില്ല, അതുപോലെ ഇതിന് പറയുന്നതാണ് കിൻഡൽ. ഇതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുത്താൽ മതി. ഇതിനെല്ലാത്തിനും ഓരോ വേരുകളുണ്ട് താനും. ഇതിനെ നമ്മൾ നിലത്തേക്ക് കൊണ്ടുപോയി നട്ടെങ്കിൽ ഇത് ഉണ്ടായിക്കോളും. അല്ലെങ്കിൽ നമുക്ക് ചട്ടിക്കകത്താണെങ്കിലും നടാം. എപ്പോഴും ഇതേ ഫ്ലവർ കാണും എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. ഈ ഓർക്കിഡയിൽ എപ്പോഴും ഫ്ലവർ കാണും. നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ചെടി വീട്ടിലുണ്ടാകണം, എപ്പോഴും ഫ്ലവർ വേണം, എപ്പോഴും പൂ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെടി വെച്ച് നട്ടാൽ മതി. ഇത് പല വെറൈറ്റി ഉണ്ട് കേട്ടോ, പല കളറുണ്ട്. എനിക്കിവിടെ ഈ കളറുണ്ട്, അതായത് ഡാർക്ക് പിങ്ക് എന്നോ അല്ലെങ്കിൽ റെഡ് എന്നൊക്കെ പറയുന്ന ഈ കളറുണ്ട്. അതുപോലെ തന്നെ പിങ്ക് ഉണ്ട്. പിങ്കയിൽ ഫ്ലവർ ഉണ്ടായിട്ടില്ല, ഞാൻ പിങ്ക് കാണിക്കാം. പക്ഷേ ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ ഓറഞ്ച് കളറും ഉണ്ട്, പക്ഷേ ഓറഞ്ച് കളർ എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല. അപ്പോൾ എന്നെ കാണുന്നവരാരെങ്കിലും ഓക്ലൻഡിലുള്ളവരാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തരാം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്താൽ മതി. ഈ ചെടികൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. എനിക്കിവിടെ ധാരാളം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൺലൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കിതിന് പാർഷ്യലി സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് ഫുള്ളി സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചെങ്കിലും ഫ്ലവർ ഉണ്ടാകും. ചിലപ്പോൾ അതിന് ചെറിയ ഫ്ലവർ ആയിരിക്കും ഉണ്ടാകുന്നത്, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിനെ കൊണ്ടുപോയി മണ്ണിലേക്ക് നട്ടെങ്കിൽ ഇത് ഫ്ലവർ തരും. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകം നല്ല ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഈ ക്രൂസിഫിക്സ് ഓർക്കിഡ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത്, ഇതിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷമെങ്കിലും ആയി കേട്ടോ, ഈ പോട്ടിൻ്റെ അകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. ഇതിപ്പം മൊത്തം ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതുകൊണ്ട് ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഓക്ലൻഡിൽ അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു തൈ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.